ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്തേക്കണം. നേരെ നമുക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ നാളത്തെ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ കല്യാണി ഇടപെട്ടത് കൊണ്ട് മാത്രം നിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതവും കൂടി രക്ഷപ്പെടുകയാണ്. മനോഹറിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജുബാനയും അതുപോലെ തന്നെ നിഷയും ഈ കല്യാണിയൊക്കെ കൂടെ നിന്നതുകൊണ്ട് മാത്രം ആ കൊച്ച് തലനാരേക്ക് രക്ഷപ്പെട്ടു. അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അവളാണെങ്കിലോ, കല്യാണി ചേച്ചി ഇങ്ങനെയുള്ള ഒരുത്തനാണെങ്കിൽ അവനെ ഉറപ്പായിട്ടും പൂട്ടണ്ടേ, അവനെ ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്ത് അവനെ ജയിലിൽ കയറ്റണം. ആ രീതിയിലുള്ള ക്രൈമുകൾ അവൻ ചെയ്തിരിക്കുന്നത്. അത് നേരെ മോളെ, നീ പറഞ്ഞത് ശരി തന്നെയാ. എന്തായാലും ഇത്രയും കാലമായിട്ടും ഞങ്ങളാരും അതിന് മുതിരാത്തത് എന്താണെന്ന് വെച്ചാൽ അവൻ ഇപ്പം താമസിക്കുന്നത് സരി എന്ന് പറയുന്ന ഒരുത്തിയുടെ കൂടെയാണ്. അവൾ നല്ല ഒന്നാന്തരം ശരിക്കും പറഞ്ഞാൽ ഈ മനോഹരനുമായിട്ട് നല്ല രീതിയിൽ ചേരുന്ന ഒരു സ്വഭാവക്കാരിയാണ്. ആ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൾ കുറച്ചധികം അനുഭവിക്കട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാ ഞാൻ അതിന് മുൻകൈ എടുക്കാത്തത്. ഇപ്പം മോൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ ചേച്ചി. ഞാൻ രക്ഷപ്പെട്ടത് ശരി തന്നെയാ, പക്ഷേ അവൻ ഇതിനോടകം തന്നെ മറ്റേതെങ്കിലും പെൺകൊച്ചിനെ വളക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലോ. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബഗാസുരനെയാണ്. ബഗാസുരൻ ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, വാടക കൊലയാളി, അയാളുടെ അടുത്ത് ചെന്നിട്ട് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. അതെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ, എന്തായി കാര്യങ്ങളൊക്കെ? ഞാൻ ആഗ്രഹിച്ച വഴിക്ക് തന്നെ വരുമോ, അതോ അവസാനം ഇതിനു മുന്നേ നിന്നെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇത്തവണ എനിക്ക് നിന്നെ വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അനസ് എന്ന് പറയുന്ന അയാൾ പറഞ്ഞു, സാറേ ആദ്യമൊക്കെ ഒന്ന് രണ്ട് പറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിരണിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കിരണിനെ എന്തായാലും ഞങ്ങൾ കൊന്നിരിക്കും. ആ കാര്യം ആലോചിച്ച് സാറ് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അതിനു വേണ്ടിയിട്ട് ആ സേനൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കിനും സേനൻ അതിലേക്കായി ശ്രദ്ധിച്ചോളും. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് കിരണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നൊക്കെയാണ് ഈ കൊലയാളി രാഹുലിനോട് പറയുന്നത്. എനിക്കത് തന്നെ വേണ്ടത്. എൻ്റെ പെങ്ങളുണ്ടല്ലോ, അവൾ എന്നെ സ്നേഹിച്ച് ചതിച്ചു. അതിനുള്ള ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ അവളുടെ കണ്ണുനീരെ എനിക്ക് കാണേണ്ടത്. കിരൺ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്കത് താങ്ങാനേ പറ്റില്ല. അത് തന്നെ എനിക്കും വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ രാഹുൽ ഇങ്ങനെ ആ ഗുണ്ടയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഇയാൾ ഇവിടെ ഈ കൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ പ്രകാശനും വിക്രവും കൂടി, അച്ഛാ രാഹുലിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് തന്നെയായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. എത്രയൊക്കെ വന്നാലും അയാളുടെ കയ്യിൽ പണമുണ്ട്, നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും പണം തന്നെയാണ്. അപ്പം അയാളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അയാൾ ഈസി ആയിട്ട് കിരണിൻ്റെയും സേനൻ്റെയും ഒക്കെ കഥ കഴിക്കുകയും ചെയ്യും. പിന്നെ കല്യാണി എന്ന് പറയുന്നവൾ അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. നമ്മളതല്ലേ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അയാളുടെ ഒപ്പം സരയുടെ ഒപ്പം തന്നെ നമ്മൾ നിൽക്കണം. അതല്ലേ മോനെ അച്ഛൻ അവന് വാക്ക് കൊടുത്തത്, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന്. അല്ല, അതിനിപ്പം അവൻ സഞ്ചരിക്കുന്ന കാറിൻ്റെ ബ്രേക്ക് അതഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അതും ചെയ്യും. എൻ്റെ പൊന്നച്ഛ, അച്ഛൻ ഇതിനു മുന്നേ ഒന്ന് കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടപ്പം അപകടത്തിൽപ്പെട്ടത് ഞാനാണ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇത്രയും നല്ല രീതിയിലൊക്കെ ആ പണിയൊന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാനന്ന് അപകടത്തിൽപ്പെടുമായിരുന്നോ? അവന് നല്ല അരിയായുസാണ്. അതുകൊണ്ട് മാത്രമാണ് ആ കിരൺ അന്ന് രക്ഷപ്പെട്ടത്. മോനെ, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും കിരണിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാഹുൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അതുവരെ നമുക്ക് അടങ്ങിയിരിക്കാം, നമുക്ക് കളികളൊക്കെ കണ്ട് രസിക്കാന്നേ. അത് ശരി തന്നെയാ. പിന്നെ ആകെയുള്ളൊരു വിഷമമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കരണത്ത് ആ സേനൻ തല്ലിയ സമയത്ത് അവിടെ ആ സോണി ഉണ്ടായിരുന്നു. സോണി മാത്രമല്ല, അവളെ ഇപ്പോൾ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന അവളുടെ ഭർത്താവ് ഉണ്ടല്ലോ, ആ ആൽബി, അവനും ആ കാഴ്ച കണ്ടില്ലേ അച്ഛാ? അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എന്ന് വിക്രം പറയുക. ഇത് കേട്ട് പ്രകാശം പറഞ്ഞു, മോനെ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കായിട്ട് ഈശ്വരന് ഒരു ദിവസം തരും.
ആ ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ഇപ്പൊ തന്നെ നമ്മളെ ഉപേക്ഷിച്ച് പലരും നമ്മുടെ അടുത്തുനിന്ന് പോയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ? ദീപ ഉണ്ടായിരുന്നു, അതുപോലെ കാദംബരി ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ വരെ ഈ അടുത്ത കാലത്തല്ലേ മാറി ചിന്തിച്ചത്. എന്തായാലും അവരൊക്കെ പോയെങ്കിലും ഈ അച്ഛന് താങ്ങും തണലുമായിട്ട് എൻ്റെ പൊന്നുമോനുണ്ടല്ലോ, അച്ഛൻ്റെ രാജകുമാരൻ, എൻ്റെ പൊന്നച്ഛ. അച്ഛൻ ഇനി എന്നെ രാജകുമാരനൊന്നും വിളിക്കണ്ട. ഞാൻ ഇനി എന്തായാലും ചെയ്യാൻ പോകുന്ന തൊഴിൽ അത് ഗുണ്ടാപ്പണി തന്നെ ആയിരിക്കും. ഇനി മറ്റൊരു തൊഴിലേക്കൊന്നും ഈ വിക്രത്തിന് പോവാൻ സാധിക്കില്ല എന്ന് തന്നെ വിക്രം പ്രകാശൻ്റെ അടുത്ത് പറയുക. ചെറിയൊരു ഇഷ്ടക്കേടുണ്ടെങ്കിലും പ്രകാശൻ അതൊക്കെ കേട്ട് ഇനിയിപ്പോൾ മറ്റു മാർഗങ്ങളില്ലല്ലോ, കഞ്ഞി കുടിച്ച് പോകണം. അതുകൊണ്ട് തന്നെ അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നീടാണെങ്കിലും നമ്മുടേതാ ജുബാനയും അതുപോലെ നിഷയും കല്യാണിയൊക്കെ കൂടി ഒരു തീരുമാനം എടുക്കുക. എന്തായാലും നിതമോൾക്ക് മനോഹറിനെ കണ്ട് അവനോട് 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് സന്തോഷമാവില്ലേ? ഒന്നുമില്ലെങ്കിലും കുറച്ച് ദിവസമാണെങ്കിലും അവളുടെ മനസ്സിൽ കയറി കൂടിയിട്ട് അവളെ ഇത്രയും രീതിയിൽ ചതിക്കാൻ നോക്കിയൊരുത്തനാണല്ലോ. അപ്പം ഈ സമയം തന്നെ അവൾ സത്യങ്ങൾ മനസ്സിലാക്കിയത് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിക്കും ഞെട്ടില്ലേ എന്നൊക്കെ നമ്മുടെ കല്യാണി പറയുക. ഇത് കേട്ടതും നമ്മുടെ നിധിക്ക് വലിയ സന്തോഷമായി കേട്ടോ. അവൾ പറഞ്ഞു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോസ് മുഴുവനും എൻ്റെ ഫോണിലേക്കൊന്ന് ഫോർവേഡ് ചെയ്തിട്ട് ഞാൻ ആ വൃത്തികെട്ടവനെ പോയി ഒന്ന് കാണട്ടെ, അവനെ ഞാനിപ്പോൾ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് നിത. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കല്യാണിയുടെയും ജുബാനയുടെയും നിഷയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ നമ്മുടെ നിത അവിടെ ഇരുന്നിട്ട് അവനെ വിളിക്കുക, മനോഹരനെ. ഈ സമയമാണെങ്കിൽ പുള്ളിക്കാരൻ നമ്മുടെ സരയുടെ അടുത്താണല്ലോ ഉള്ളത്. മനുവേട്ടനൊരു കോള് വരുന്നുണ്ടല്ലോ, ഏതോ ഒരു നിത വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു അവൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഫോൺ കൊടുക്കുക. ആ മോളു, അതെ, എൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫാണ്, അവർ ലീവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത്. ഞാൻ എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ ഫുൾ ടൈമും മോളുടെയും കുഞ്ഞിൻ്റെയും കാര്യമൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഓഫീസ് കാര്യങ്ങളൊന്നും അത്ര കണ്ടങ്ങ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മനോഹർ നൈസായിട്ട് സരയുവിനെ പറ്റിച്ച് അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ മനു നേരെ പോകുന്നത് അവൻ ആ ഒരു സീക്രട്ടായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ ടെറസിലേക്ക് പോവുക. അങ്ങനെ അവിടെ ചെന്നിട്ട് നിധിയോട് ചോദിച്ചു, എന്താ മോളെ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്നല്ലേ പറഞ്ഞത്, മോൾ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? അതെ, എനിക്ക് വിശാഖേട്ടനെ എളുപ്പം ഒന്ന് കാണണമല്ലോ. എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇപ്പം തന്നെ ഒന്ന് കാണണം. എൻ്റെ മോളെ നമ്മളിന്ന് കണ്ടതല്ലേ ഉള്ളൂ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എൻ്റെ അച്ഛൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റ് അത് വിശാഖേട്ടന് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അവൾ വലിയ സ്നേഹത്തിന് വിളിക്കുമ്പോൾ ആ ഗിഫ്റ്റ് തരാനാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ഒരു സ്ഥലമൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങ് എത്തിക്കോളാം, മോൾ അവിടെ വെയിറ്റ് ചെയ്താൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ പുറത്ത് വെച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഇവർ മീറ്റ് ചെയ്യാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ മനോഹറിന് നല്ല സന്തോഷമുണ്ട് കേട്ടോ. മോളെ, നിനക്കിപ്പോൾ എന്നെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആ അതേന്നേ, എനിക്കിപ്പം ഇങ്ങനെ പിരിഞ്ഞിരിക്കാനേ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടി വന്നത്. എന്തായാലും മോളുടെ അച്ഛൻ എന്ത് ഗിഫ്റ്റാണ് എനിക്ക് തന്നത് അതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഫോൺ എടുത്തിട്ട് അതിൽ ജുബാനയുടെ ഒപ്പവും അതുപോലെ നിഷയുടെ ഒപ്പവും സരിയുടെ കുഞ്ഞിൻ്റെ ഒപ്പവും ഒക്കെ മനോഹർ നിൽക്കുന്ന ആ ചിത്രങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതും നമ്മുടെ ആശാൻ ശരിക്കങ്ങ് ഞെട്ടി കേട്ടോ. ഇവളിതൊക്കെ അറിഞ്ഞോ എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ കല്യാണിയും അതുപോലെ നിഷയും ജുബാനയും ഒക്കെ എത്തുന്നത്. എടാ, നീ ഞങ്ങളുടെയൊക്കെ ജീവിതം തകർത്തതും പോരാഞ്ഞിട്ട് ഈ പാവം പിടിച്ച പെങ്കൊച്ചിനെ കൂടി വഴിതെറ്റിക്കാൻ നോക്കിയതല്ലേ? എന്തായാലും നീ അങ്ങനെ അങ്ങ് സൂചിച്ചു പോയാൽ എങ്ങനെ ശരിയാകും? അപ്പോഴത്തേക്കിനും അവിടെ കിരണും വന്നു. അങ്ങനെ നമ്മുടെ മനോഹരൻ്റെ കരണം ചോക്കുന്ന രീതിയിൽ നല്ലൊരു അടി വെച്ച് കൊടുക്കുകയാണ്. എന്തായാലും ഇതോടുകൂടി ആശ നന്നായാലും ഭാഗ്യം എന്നുള്ള രീതിയിലാണ് പ്രമോ കാണിക്കുന്നത്. ആള് നന്നാവുന്ന ലക്ഷണമൊന്നും ഇല്ല. ആൾക്കാരുടെ ഇപ്പം പുതിയതായിട്ട് ഒരു ലേഡി പോകുമ്പോൾ ആ ലേഡിയുടെ പിന്നാലെ കണ്ണോടിച്ച് പോകുന്നതൊക്കെ കാണിക്കുകയാണ്. എന്തായാലും ഈ വായി നോക്കി ഈ ജന്മത്തിൽ നന്നാകുന്ന ലക്ഷണം ഇല്ല എന്നൊക്കെ തന്നെയാണ് ആ ഒരു പ്രമോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, താങ്ക്